ഹലോ, നല്ല നമസ്കാരം. ഹൃദയം, മോഹൻലാലിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഏറ്റവും നല്ല കിടിലം ഒരു സിനിമ ആയിരുന്നു ഹൃദയപൂർവ്വം. മോഹൻലാൽ, മാളവിക, സന്ദീപ്, അങ്ങനെ ഒരുപാട് നല്ല സിദ്ദിഖ്, ലാലു ലക്സ്, അങ്ങനെ ഒരുപാട് കുറച്ച് പേര് ചേർന്നിട്ടുള്ള ഒരു ഗുഡ് ഫീൽ മൂവി ആയിട്ടാണ് എനിക്ക് ഹൃദയപൂർവ്വം ഫീൽ ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ പണ്ടത്തെ ഒരു മമ്മൂട്ടിയുടെയും ശ്രീനിവാസിൻ്റെയും സിനിമയുണ്ടല്ലോ, എന്താണ് ആ സിനിമയുടെ പേര്, കഥ പറയുമ്പോൾ, ആ സിനിമ പോലെയാണ് ഈ സിനിമ ഫീൽ ചെയ്തത്. കാരണം അവസാനത്തെ മമ്മൂട്ടി പറയുന്ന ആ സ്റ്റേജിൽ നിന്ന് പറയുന്ന ഒരു പ്ലോട്ടാണ് മെയിൻ പ്ലോട്ട്. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമാണല്ലോ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ കഥ. അതേപോലെ ഇതിൻ്റെ അവസാനത്തെ ഒരു പ്ലോട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സിനിമയുടെ പോക്ക് എന്ന് പറയുന്നത്, മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല ഒരു സോൾ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഹൃദയം മാറ്റിവെക്കുന്ന ഒരു വ്യക്തി, അയാളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഇതാണ് ഇതിൻ്റെ അയാൾ ആ കുടുംബത്തോട് ഹൃദയം കിട്ടിയ ആ കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റാണ് ഈ കഥ എന്ന് പറയുന്നത്. പക്ഷേ അവസാനത്തെ ആ ഫീൽ ഗുഡ്, ഒരു പെയിൻ, അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള മീര ജാസ്മിൻ ആയിക്കോട്ടെ, അൽത്താഫ് ആയിക്കോട്ടെ, ബേസിൽ ജോസഫ് ആയിക്കോട്ടെ, അവരൊക്കെ അവരുടേതായിട്ടുള്ള ചെറിയ പൊടിക്കൈകളാണെങ്കിൽ പോലും അവർ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ DOP അനു മുത്തേടത്ത്, അദ്ദേഹം കിടിലം കുറേ നല്ല ഇത് സാധനം ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പാട്ടിലെ ചില സാധനം, ഒരു ഹിന്ദി പാട്ടിൻ്റെ ഒരു കിടിലം കളർഫുള്ളായിട്ടുള്ള ഒരു കിടിലം കുറേ ഫ്രെയിം അതിൽ അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട്. ഒരു ഹിന്ദി പാട്ടാണ്, തുടക്കത്തിലുള്ള ഒരു ഹിന്ദി പാട്ട്. അതോടൊപ്പം തന്നെ കുറേ നല്ല സീന്, പൂനെയുടെ കുറേ നല്ല മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ അത് അദ്ദേഹം ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ സത്യനന്ദിക്കാടിൻ്റെ മകനായിട്ടുള്ള അഖിൽ സത്യൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാധനം. എനിക്ക് സ്ക്രീൻ പ്ലേയും ഡയലോഗുമൊക്കെ സോനുവിൻ്റെയാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. പക്ഷേ അവസാനത്തെ ആ ഒരു ഫീല് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ രാജഗോപാലിൻ്റെ എഡിറ്റിംഗ്, അതും വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇൻ്റർവെല്ല് വരെയും ഇത്തിരി നല്ല ഇഴച്ചൽ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഫീൽ ഉണ്ട്. പിന്നെ നമ്മുടെ മച്ചാൻ്റെ കുറേ കോമഡി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സംഗീതിൻ്റെ കുറേ കോമഡികളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ മാളവികയുടെയും അതോടൊപ്പം തന്നെ സംഗീതയുടെയും അവരുടെ പ്രസൻസ് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ മുഖമൊക്കെ നല്ല കിടിലം സാധനം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക്, അവസാനത്തെ ഒരു ഫൈറ്റിൽ വരുന്ന പിന്നെ ആർട്ട്, ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു ആർട്ട് നല്ല കിടിലം സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൽ കുറേ ഒരു കിടിലം സാധനമുണ്ട്, ഒരു ലല്ല അങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്. അത് കിടിലം മ്യൂസിക്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലമുണ്ടല്ലോ, നല്ല രസമുള്ള ഒരു സാധനം. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല കിടിലം സാധനം എന്ന് വെച്ചാൽ കിടിലം സാധനം. അത് വളരെയധികം മനോഹരമായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ഒരു ഗുഡ് ഫീൽ നൽകുന്ന, ഒരു ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് ഹൃദയപൂർവ്വം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഇഴച്ചലുണ്ട്. പക്ഷേ അത് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപക്ഷെ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ പറയുന്ന ആ ഒരു ഇഴച്ചൽ ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നുള്ളതും ഒഴിച്ചാൽ ഈ സിനിമ വളരെ മനോഹരമാണ് എന്ന് പറയാൻ പറ്റാത്ത, എന്നാൽ ഒരു ഗുഡ് ഫീൽ നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.